റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കെ ജയചന്ദ്രൻ ഉടുമ്പൻചോലയിൽ മത്സരിക്കുന്നതിൽ ഇടുക്കി ജില്ലാ നേതൃത്വത്തിന് അതൃപ്തി. അവിടെ മണിക്ക് തന്നെയാണ് വിജയസാധ്യത എന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. മണി അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നു. വിജയസാധ്യത മാത്രം പരിഗണിച്ച് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയത് മണിയുടെ പേര് മാത്രമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ കെ ജയചന്ദ്രനെ പക്ഷേ നേതൃത്വം പരിഗണിക്കുകയായിരുന്നു. രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, ഉടുമ്പൻചോലയിൽ മണിയാശാൻ തന്നെ തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഏറെക്കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിഞ്ഞതിന് ശേഷമാണ് നേരത്തെ സംസ്ഥാന നേതൃത്വം മണി അല്ല ജയചന്ദ്രൻ മത്സരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അവസരങ്ങൾ മണിക്ക് കിട്ടിയല്ലോ എന്നുള്ളതായിരുന്നു. പക്ഷേ മണി നിന്നാലേ മണ്ഡലത്തിൽ ഉറപ്പുള്ളൂ എന്നുള്ളതാണോ ജില്ലാ നേതൃത്വം പറയുന്നത്? രാഹുൽ, ഡോക്ടർ അരുൺ, 2 ടേം പൂർത്തിയാക്കിയ മണിക്ക് പകരം മുൻ MLAയും നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള കെ ജയചന്ദ്രനെ മത്സരിപ്പിക്കാനാണ് CPM തീരുമാനം. എന്നാൽ ഇതിൽ ഇടുക്കി ജില്ലാ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അതിന് കാരണം ഉടുമ്പൻചോലയിൽ മണി മത്സരിക്കുകയാണെങ്കിൽ ഉറപ്പായും വിജയിക്കും എന്ന ഒരു വിലയിരുത്തലിൽ തന്നെയാണ് CPMന്റെ ജില്ലാ നേതൃത്വമുള്ളത്. അത് പ്രാദേശികമായും ഒരു പൊതുവികാരം ഉടുമ്പൻചോല മണ്ഡലത്തിൽ മണിക്ക് അനുകൂലമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്ന കാര്യം. അതിന് കാരണം നേരത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴും അതിനുശേഷം ഇപ്പോൾ MLA ആയിരുന്നപ്പോഴും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കാര്യമായിട്ടുള്ള വികസന പ്രവർത്തികൾ മണ്ഡലത്തിൽ കൊണ്ടുവരാനായിട്ടുണ്ട്. അത് പറഞ്ഞ് വോട്ട് തേടുകയാണെങ്കിൽ ഉറപ്പായും വൻ ഭൂരിപക്ഷത്തിൽ മണി വിജയിക്കുമെന്ന് ഇടുക്കി ജില്ലാ നേതൃത്വം കണക്ക് കൂട്ടുന്നു. അതിനു മുമ്പ് നേരത്തെ 3 തവണ കെ ജയചന്ദ്രൻ ഈ ഉടുമ്പൻചോല മണ്ഡലത്തിൽ MLA ആയിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ കാര്യമായി ഒന്നും ജയചന്ദ്രന് ചെയ്യാനായിട്ടില്ല എന്നാണ് മണ്ഡലത്തിൽ പൊതുവെ പറയുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ജയചന്ദ്രൻ വന്നാൽ വിജയസാധ്യത കുറവാണെന്ന ഒരു നിഗമനത്തിലേക്ക് ജില്ലാ നേതൃത്വം എത്തിയിരിക്കുന്നത്. സാധാരണ ഉടുമ്പൻചോലയിൽ എത്തിയ ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും മണിയെ കുറിച്ച് നല്ല അഭിപ്രായമാണെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനത്തിന് മുമ്പേ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ഒരു പുനഃപരിശോധന നടത്തണമെന്ന ഒരു വിലയിരുത്തലിലാണ്, ഒരു നിഗമനത്തിലാണ് ജില്ലാ നേതൃത്വം പോകുന്നത്. നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ വിജയസാധ്യത മാത്രം പരിഗണിച്ചുകൊണ്ട് ഇടുക്കി ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയത് മണിയുടെ പേര് മാത്രമായിരുന്നു. പക്ഷേ അതിൽ സംസ്ഥാന നേതൃത്വം ആ പേര് വെട്ടുകയും തിരിച്ച് കെ ജയചന്ദ്രന്റെ പേര് ജില്ലാ നേതൃത്വത്തിന് അയച്ചു കൊടുക്കുകയുമായിരുന്നു. എന്താണെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ കെ ജയചന്ദ്രൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഉടുമ്പൻചോലയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വലിയ പൊട്ടിത്തെറികൾക്കും കുറേയധികം പ്രതികരണങ്ങൾക്കും സാധ്യതയുണ്ടായിരുന്നു. താങ്ക് യു. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഉടുമ്പൻചോലയിൽ മണിയാശാൻ തന്നെ മത്സരിക്കാനുള്ള സാധ്യത വീണ്ടും ഏറുകയാണ്. ജില്ലാ നേതൃത്വം മണിയാശാൻ മതി, അവിടെ വിജയസാധ്യത മണിയാശാനാണ്, ജയചന്ദ്രൻ നേതൃത്വപരമായ ചുമതലകൾ വഹിക്കട്ടെ എന്ന നിലപാടിലാണ്. സംസ്ഥാന നേതൃത്വം അത് അംഗീകരിക്കുമോ കണ്ടറിയണം. ഇന്നാണ് സംസ്ഥാന നേതൃത്വമുള്ളത്.